ലഫ്റ്റനന്റ് കേണൽ കൂടിയായ നടൻ മോഹൻലാൽ വയനാട് ദുരന്ത മേഖല സന്ദർശിക്കുമെന്ന് നേരത്തെ തന്നെ വിവരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ മേപ്പാടിയിൽ എത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഫെലിക്സ് ചേരുന്നു. ഫെലിക്സ്, പറയൂ, മോഹൻലാൽ എപ്പോഴാണ് എത്തിയത്? ലഫ്റ്റനന്റ് കേണൽ കൂടിയായ അദ്ദേഹം ഇന്ന് എവിടേക്കാണ് സന്ദർശനം നടത്തുക? അല്പം മുൻപാണ് മോഹൻലാൽ ഇപ്പോൾ മേപ്പാടിയിലെ ഒരു കോൺവെൻറ്റ്, സെൻറ്റ് മൗണ്ട് കോൺവെൻറ്റിൻ്റെ ഒരു സ്കൂളിലേക്ക്, ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പുണ്ട്. ഒപ്പം ദുരിതാശ്വാസ ക്യാമ്പ് മാത്രമല്ല, ഇവിടെ സൈന്യത്തിൻ്റെ ഒരു ചെറിയൊരു ക്യാമ്പും കൂടി പ്രവർത്തിക്കുന്നുണ്ട്. ആ ക്യാമ്പിലേക്ക് മോഹൻലാൽ എത്തിയത് അതായത് യൂണിഫോം ധരിച്ചാണ് മോഹൻലാൽ ഇവിടേക്ക് എത്തിയത്. അദ്ദേഹത്തിനൊപ്പം അദ്ദേഹം നമുക്കറിയാം ലഫ്റ്റനന്റ് കേണലാണ്. അദ്ദേഹത്തിനൊപ്പം സൈനിക സംവിധാനങ്ങളുമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. രാവിലെ തന്നെ അദ്ദേഹം കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് വൈത്തിരി വഴി അദ്ദേഹം നേരെ ചുണ്ട വഴി ഇവിടേക്ക് മേപ്പാടിയിലെ ഈ ക്യാമ്പിലേക്ക് എത്തുകയാണ് ചെയ്തത്. അല്പസമയത്തിനകം മോഹൻലാൽ ഇവിടെ നിന്നും ഈ ദുരന്ത സ്ഥലത്തേക്ക് പോകുമെന്നതാണ് ഏറ്റവും പ്രധാനം. ദുരന്ത മേഖലയിൽ, അതായത് മുണ്ടക്കൈ, ചൂരൽമല അടക്കമുള്ള സ്ഥലങ്ങളിൽ മോഹൻലാൽ എത്തുമെന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ക്യാമ്പ് ഓഫീസുണ്ട്, സ്കൂളിലെ ഒരു ഓഫീസാണ്, അതാണ് ക്യാമ്പായി പ്രവർത്തിക്കുന്നത്. ആ ക്യാമ്പ് ഓഫീസിലാണ് മോഹൻലാൽ ഇപ്പോൾ ഉള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യൂണിഫോം ഒക്കെ ധരിച്ചാണ് അദ്ദേഹം ഈ സേനയുടെ ഭാഗമായി കൂടിയാണ് ഇവിടേക്ക് ഇപ്പോൾ എത്തുന്നത്. അങ്ങനെ രക്ഷാദൗത്യത്തിൻ്റെ ഒരു ഭാഗമായി നമ്മുടെ സൂപ്പർ താരം മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ എത്തി, ഇവിടെ ക്യാമ്പുണ്ട്. അദ്ദേഹം ക്യാമ്പുകളിൽ സന്ദർശനം നടത്തുമോ എന്നറിയില്ല. ഈ സ്കൂളിൽ ക്യാമ്പുകളൊക്കെ ഉണ്ട്, പക്ഷേ അതിൽ അദ്ദേഹം എത്തുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തതയില്ല. അതേസമയം മുണ്ടക്കൈ അടക്കം, അതായത് ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം അടക്കം പുത്തുമല അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് പഞ്ചാരിമട്ട അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് മോഹൻലാൽ എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ചൂരൽമലയിലെത്തി, പിന്നീട് മുണ്ടക്കൈയിലെത്തി, അങ്ങനെ ഏറ്റവും മുകളിലേക്ക്, അതായത് ഈ ദുരന്തത്തിൻ്റെ പ്രഭവ കേന്ദ്രത്തിലേക്ക് അടക്കം മോഹൻലാൽ എത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അല്പസമയത്തിനകം അദ്ദേഹം ഇവിടെ നിന്നും, അതായത് ഇപ്പോൾ അദ്ദേഹമുള്ള ഈ ക്യാമ്പിൽ നിന്നും അല്പസമയത്തിനകം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരും. പിന്നീടാകും ഇപ്പോൾ മോഹൻലാൽ വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. താൽക്കാലികമായി സൈനിക ക്യാമ്പ് പ്രവർത്തിക്കുന്ന സ്കൂളിലേക്ക്, മേപ്പാടിയിലെ സ്കൂളിലേക്ക് മോഹൻലാൽ എത്തുന്നു. ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ ഇന്ന് സൈനിക വേഷത്തിലാണ് ക്യാമ്പിലേക്ക്, മേപ്പാടിയിലെ സ്കൂളിൽ പ്രവർത്തിക്കുന്ന താൽക്കാലിക സൈനിക ക്യാമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. തുടർന്ന് വിവിധ പ്രദേശങ്ങൾ സന്ദർശിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഫെലിക്സ് തുടരുന്നുണ്ട്. ഫെലിക്സ്, പറയൂ. ഇവിടെ എത്തി, ഇതൊരു ബേസ് ക്യാമ്പാണ്, സൈന്യത്തിൻ്റെ ബേസ് ക്യാമ്പാണ്. ഈ ബേസ് ക്യാമ്പിലെത്തി ഇവിടെ അദ്ദേഹം ഇവിടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുമായൊക്കെ തന്നെ സംസാരിക്കുന്നുണ്ട്. അവരുമായി കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിയ ശേഷമായിരിക്കും ഈ ദുരന്ത മേഖലയിലേക്ക്, ചുരൽമല, മുണ്ടക്കൈ അടക്കമുള്ള പഞ്ചാരിമൊട്ട അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം എത്തുക. അതിനു മുൻപ് ഒരു അവലോകന യോഗം പോലെ അദ്ദേഹം ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നു. അവരുമായി ഈ കാര്യങ്ങൾ, ഈ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എങ്ങനെ പോകണം എന്ന് സംബന്ധിച്ചൊക്കെ ഒരു വിശദമായ പ്ലാനൊക്കെ തയ്യാറാക്കിയ ശേഷം വളരെ വേഗം തന്നെ ഈ ബേസ് ക്യാമ്പിൽ നിന്ന് മോഹൻലാൽ പുറത്തേക്ക് ഇറങ്ങിയ ശേഷം അദ്ദേഹം നേരെ ചുരൽമല, മുണ്ടക്കൈ അടക്കമുള്ള മേഖലയിൽ എത്തുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും നേരത്തെ തന്നെ ഈ ദുരന്തം നടന്ന സമയത്ത് തന്നെ മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് സന്ദേശമുണ്ടായിരുന്നു. ഈ രക്ഷാപ്രവർത്തകർക്ക് അദ്ദേഹം സെല്യൂട്ട് നൽകിക്കൊണ്ടുള്ള സന്ദേശം, ഒപ്പം തന്നെ ഈ നാടിനെ ചേർത്ത് പിടിക്കുക, അതിൻ്റെ ഭാഗമായി ദുരിതാശ്വാസ നിധിയിലേക്കടക്കം അദ്ദേഹം സംഭാവന നൽകിയിരുന്നു. പിന്നാലെയാണ് നേരിട്ട് അദ്ദേഹം എത്തുന്നത്. നേരിട്ടെത്തുക എന്ന് മാത്രമല്ല, അദ്ദേഹം ലഫ്റ്റനന്റ് കേണൽ കൂടിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ സേനയുടെ കൂടി ഭാഗമായി അദ്ദേഹം ഇവിടേക്ക് ദുരന്ത മേഖലയിലേക്ക് സൂപ്പർ താരം എത്തുന്നു എന്നതാണ്. അദ്ദേഹം ഇവിടെ എത്തി ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിന്റെ കൂടി ഭാഗമാകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഒരുപക്ഷെ. ഫെലിക്സിലേക്ക് ഞാൻ മടങ്ങി വരാം. ഏതായാലും മോഹൻലാൽ ആ സ്ഥലത്ത് എത്തിയിരിക്കുന്നു. മേപ്പാടിയിലാണുള്ളത്. മേപ്പാടിയിലെ സ്കൂളിൽ താൽക്കാലിക സൈനിക ക്യാമ്പ് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. സൈനിക വേഷത്തിലാണ് ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ എത്തിയിട്ടുള്ളത്. ഇന്ന് തുടർന്ന് ദുരന്ത മേഖല സന്ദർശിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കൂടുതൽ കാര്യങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു.